പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റീസണിംഗ് എന്ന ടോപ്പിക്കാണ്. റീസണിംഗ് എന്ന ടോപ്പിക്കിനകത്തുള്ള ആദ്യത്തെ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. ക്ലാസിഫിക്കേഷൻ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്, ക്ലാസിഫിക്കേഷൻ. റീസണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച് നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നോ അത്രത്തോളം സിമ്പിളായിരിക്കും നമുക്ക് റീസണിങ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടണം, ഏതൊക്കെ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമ്മളും പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ റീസണിങ് നമ്മൾ വിചാരിക്കുന്ന ടൈമിൻ്റെ സ്പീഡിൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. സ്പീഡ് ചെയ്തു പോകണമെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷനകത്തിൽ ആദ്യത്തെ ആ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷനോടുകൂടി നമുക്ക് ക്ലാസ് തുടങ്ങാം. ക്ലാസിഫിക്കേഷനിൽ നിന്നും മെയിനായിട്ട് 4 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 4 വിഭാഗത്തിൽപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ വേർഡ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക്ക് വരുന്നത്. എന്താ ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എപ്പോഴും വരും, 4 ഓപ്ഷൻ തരും. 4 ഓപ്ഷത്തിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്, അല്ലെങ്കിൽ ഓഡ് വണ്ണ് പിക്ക് ഔട്ട് ചെയ്തെടുക്കുക. ഇതാണ് ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷനിൽ തരുന്ന 3 എണ്ണത്തിന് ഒരു പ്രത്യേകത കാണും, ഒന്ന് മാത്രം ആ പ്രത്യേകതയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതായിരിക്കും. ആ വേറിട്ട് നിൽക്കുന്നതിനെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിനെ തിരഞ്ഞെടുക്കുക. ഇതായിരിക്കും നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 രീതി ചോദിക്കാം. ഒന്ന് ബേസ്ഡ് ഓൺ വേർഡ്സ്, കുറേ വേർഡ്സുകൾ തന്നിട്ട് അതിനകത്തിൽ ഏതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ലെറ്റേഴ്സ്, കുറേ ലെറ്റേഴ്സ് ഇങ്ങനെ തന്നിട്ട് അതിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ലെറ്റർ ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ നമ്പേഴ്സ്, കുറേ നമ്പേഴ്സ് ഇങ്ങനെ തന്നിട്ട് ഇതിൽ കൂട്ടത്തിൽപ്പെടാത്ത നമ്പർ ഏതാണെന്ന് ചോദിക്കാം. ഇല്ലെങ്കിൽ കുറേ ഫിഗേഴ്സ് തന്നിട്ട് ആ ഫിഗേഴ്സിൽ കൂട്ടത്തിൽപ്പെടാത്ത ഏതെന്ന് ചോദിക്കാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്, തന്നിരിക്കുന്ന ഓപ്ഷനകത്തിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് വർക്കൗട്ട് ചെയ്യാം, കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഇതിനകത്തിൽ ആദ്യത്തെ ആ സീരീസാണ് നമ്മൾ, ആദ്യത്തെ വിഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. ബേസ്ഡ് ഓൺ വേർഡ്സ്, കുറേ വാക്കുകൾ തന്നിട്ട് അതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ വേർഡ്സ്, അതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടാം. ഇതേ നോക്കി 4 വാക്കുകൾ ഇവിടെ തരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4 വാക്കുകൾ ഇവിടെ തരുന്നു. ഈ വാക്കിനകത്ത് കൂട്ടത്തിൽപ്പെടാത്തത് ഏത് എന്ന് വെച്ചാൽ 3 എണ്ണത്തിന് ഒരേ പ്രത്യേകത കാണും. അതിൽ നിന്നും ഒന്ന് വേറിട്ട് നിൽക്കുന്നു. ആ വേറിട്ട് നിൽക്കുന്നതിനെ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, ഓപ്ഷൻ നോക്കിയേ. എ വുഡ്, ബി സ്റ്റോണ്, സി ട്രീ, ഡി എൻജിൻ. ഓക്കെ, ഇതിനകത്ത് കൂട്ടത്തിൽപ്പെടാത്ത ഏതാ? വുഡ് എന്ന് വെച്ചാൽ തടി, നമുക്കറിയാം അല്ലേ. സ്റ്റോൺ എന്ന് വെച്ചാൽ കല്ല്, അത് നമുക്കറിയാം. ട്രീ എന്ന് വെച്ചാൽ മരം, അത് നമുക്കറിയാം. ഡി എന്ന് വെച്ചാൽ എൻജിൻ, നമ്മൾ വണ്ടിയൊക്കെ ഓടുന്ന എൻജിൻ ഉണ്ടല്ലോ, ആ എൻജിൻ. ഇതിനകത്ത് കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഓപ്ഷൻ ഡി ആണ്, എൻജിനാണ്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം പ്രകൃതിയാലുള്ളതാണ് അല്ലേ. പ്രകൃതിയിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് വുഡ്, തടി, സ്റ്റോണ്, ട്രീ അല്ലേ. പക്ഷേ എൻജിൻ മാത്രം ആരാ ഉണ്ടാക്കുന്നത്? മേഡ് ബൈ മാൻ, ഒരു മനുഷ്യനുണ്ടാക്കുന്നതാണ് എൻജിൻ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ടെമ്പിൾ, മൊണസ്ട്രി, മോസ്ക്, ചർച്ച്, ഏതാ ഇതിനകത്ത് കൂട്ടത്തിൽപ്പെടാത്തത്? ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അമ്പലം അല്ലേ. മൊണസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സന്യാസി മഠം എന്നൊക്കെ പറയത്തില്ലേ, അതാണ് മൊണസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആശ്രമം, അതൊക്കെയാണ് മൊണസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളി അല്ലേ, മുസ്ലിം പള്ളി. ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളി. ഇതിനകത്ത് കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഓപ്ഷൻ ബി ആണ്. കാരണം ബാക്കി 3 എണ്ണം എന്താ? ആരാധനാലയങ്ങളാണ് അല്ലേ. ഓരോ മതവിഭാഗക്കാർക്കും ആരാധിക്കാനുള്ള ആരാധനാലയങ്ങളാണ്. പക്ഷേ മോണസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിനകത്തിലെ ആളുകൾ വസിക്കുന്നതാണ് അല്ലേ. പുരോഹിതന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വസിക്കുന്നതാണ് മൊണസ്ട്രി എന്ന് പറയുന്നത്. അത് നോക്കിയേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ടൊമാറ്റോ, പൊട്ടറ്റോ, ക്യാരറ്റ്, ഒനിയൻ. ടൊമാറ്റോ, പൊട്ടറ്റോ, ക്യാരറ്റ്, ഒനിയൻ. ഇതിനകത്തിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? കൂട്ടത്തിൽപ്പെടാത്തത് ടൊമാറ്റോയാണ് അല്ലേ. ടൊമാറ്റോ. റീസൺ എന്താ? പൊട്ടറ്റോ കിഴങ്ങ് എവിടെ കിളിക്കുന്നത്? മണ്ണിനടിയിലാണ് അല്ലേ. ക്യാരറ്റ് എവിടെ കിളിക്കുന്നത്? അതും മണ്ണിനടിയിലാണ്. ഒനിയൻ എവിടെ കിളിക്കുന്നത്? അത് മണ്ണിനടിയിലാണ് അല്ലേ. അപ്പോൾ ടൊമാറ്റോ മാത്രമാണ് മണ്ണിന് മുകളിൽ ചെടിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ടൊമാറ്റോ മാത്രമാണ്. ബാക്കിയെല്ലാം എന്താണ്? അണ്ടർഗ്രൗണ്ടഡ് ഫ്രൂട്ട്സ് ആണ്, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടഡ് വെജിറ്റബിൾസ് ആണ്.
ഓക്കെ ആണോ? അടുത്ത നോക്കിയേ, നാലാമത്തെ ക്വസ്റ്റ്യൻ, SMS മണി ഓർഡർ സ്പീഡ് പോസ്റ്റ് ലെറ്റർ. SMS മണി ഓർഡർ സ്പീഡ് പോസ്റ്റ് ലെറ്റർ. ഓക്കെ, മണി ഓർഡർ ഏത് വഴിയാണ് നമ്മൾ അയക്കുന്നത്? പോസ്റ്റ് ഓഫീസ് വഴിയാണ് മണി ഓർഡർ അയക്കുന്നത് അല്ലേ? സ്പീഡ് പോസ്റ്റോ, അതും പോസ്റ്റ് ഓഫീസ് വഴിയാണ്. ലെറ്റർ അയക്കുന്നതോ, അതും പോസ്റ്റ് ഓഫീസ് വഴിയാണ്. പക്ഷേ SMS അയക്കുന്ന പോസ്റ്റ് ഓഫീസ് വഴിയാണോ? അല്ല. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പെടാത്തത് ആരായിരിക്കും? SMS ആയിരിക്കും. ബാക്കിയെല്ലാം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കാറ്, സ്കൂട്ടർ, സൈക്കിള്, ബസ്. കാറ്, സ്കൂട്ടർ, സൈക്കിള്, ബസ് ഏതായിരിക്കും ഓപ്ഷനിൽ പെടാത്തത്? D ആയിരിക്കും. നോക്കുമ്പോൾ തന്നെ അറിയാം. കാരണം ബാക്കിയെല്ലാം ഫ്യൂൽ ഒഴിച്ച് അല്ലേ, ഫ്യൂൽ ഏതെങ്കിലും ഒരു ഫ്യൂൽ, പെട്രോളോ ഡീസലോ ഉപയോഗിച്ച് എൻജിനിൽ പ്രവർത്തിക്കുന്നതാണ് കാറും സ്കൂട്ടറും ബസ്സും. സൈക്കിൾ എന്ന് പറയുന്നത് എന്തില്ല? ഫ്യൂലില്ല അല്ലേ? അടുത്ത നോക്കിയേ, പേപ്പർ, സ്റ്റേഷനറി, പെൻ, പെൻസിൽ. പേപ്പർ, സ്റ്റേഷനറി, പെൻ, പെൻസിൽ എന്താ പ്രത്യേകത? ഇവിടെ നോക്കിയേ, പേപ്പർ, പെന്ന്, പെൻസിൽ, പേപ്പർ, പെന്ന്, പെൻസിൽ ഈ മൂന്നെണ്ണം എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ് അല്ലേ? ഇത് മൂന്നും സ്റ്റേഷനറി ആണ്. അപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സ്റ്റേഷനറി എന്ന് പറയുന്ന വാക്കാണ്, സ്റ്റേഷനറി എന്ന വാക്കാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത്. അടുത്ത നോക്കിയേ, മദർ, ഫ്രണ്ട്, ബ്രദർ, സിസ്റ്റർ. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏതായിരിക്കും? ഫ്രണ്ട് ആയിരിക്കും അല്ലേ? കാരണം എന്താ? മദർ, ബ്രദർ, സിസ്റ്റർ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷനാണ്. ബ്ലഡ് റിലേഷനാണ് മദർ, ബ്രദർ, സിസ്റ്റർ ഇതൊക്കെ ബ്ലഡ് റിലേഷനാണ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിസംബർ, ജൂൺ, മാർച്ച്, ജനുവരി. ഡിസംബർ, ജൂൺ, മാർച്ച്, ജനുവരി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനകത്തിൽ കഴിഞ്ഞ ദിവസം നമ്മളിട്ട വീഡിയോസിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ സെയിം ക്വസ്റ്റ്യൻ അല്ലേ? ഡിസംബർ, ജൂൺ, മാർച്ച്, ജനുവരി എന്തായിരിക്കും പ്രത്യേകത? ജൂൺ മാത്രം 30 ദിവസം കാണത്തുള്ളൂ. ജൂണിൽ 30 ദിവസമേ ഉള്ളൂ. ബാക്കി എല്ലാ മാസത്തിലും 31 ദിവസമുണ്ട്. 31 ദിവസം മനസ്സിലായോ? 31 ദിവസം. അപ്പോഴേ ഇത് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ എന്താണ് പ്രത്യേകത? ജൂണാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത്. കാരണം ജൂണിൽ എത്ര ദിവസമേ ഉള്ളൂ? 30 ദിവസം. ബാക്കി എല്ലാത്തിലും 31 ദിവസമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, സ്ക്വയർ. റെക്റ്റാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതുരം അല്ലേ? ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രികോണം. സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിൾ. സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാലോ സമചതുരം. ഏതാണ് ഇതിനകത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നത്? D ആണ് ഒറ്റപ്പെട്ടിരിക്കുന്നത്. കാരണം ബാക്കിയെല്ലാം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടോ? സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചാണ് നമ്മൾ ബാക്കി 3 രൂപത്തെയും ഉണ്ടാക്കുന്നത്. സർക്കിളിനകത്ത് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടോ? ഇല്ല, സ്ട്രെയിറ്റ് ലൈൻ ഇല്ല. ഓക്കെ ആണോ? അടുത്ത നോക്കിയേ, റെഡ്, പിങ്ക്, ഗ്രീൻ, വയലറ്റ്. റെഡ്, പിങ്ക്, ഗ്രീൻ, വയലറ്റ് ഏതാ ഒറ്റപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിങ്ക് ആണ്. കാരണം ബാക്കിയെല്ലാം മഴവില്ലിൻ്റെ കളറായ വിബ്ജിയോറിൽ വരുന്നതാണ് ബാക്കിയെല്ലാം. ഓക്കെ, മനസ്സിലായോ? വിബ്ജിയോർ ഉണ്ടല്ലോ, മഴവില്ലിൻ്റെ കളറുകൾ, അതിനകത്ത് പെടുന്നതാണ് റെഡും ഗ്രീനും വയലറ്റും. പിങ്ക് മഴവില്ലിൻ്റെ കളറിൽ വരത്തില്ല. അടുത്ത് നോക്കിയേ, ഗിത്താറ്, വയലിൻ, ഫ്ലൂട്ട്, സിത്താറ്. ഗിത്താറ്, വയലിൻ, ഫ്ലൂട്ട്, സിത്താറ്. ഗിത്താർ അറിയാമല്ലോ, ഗിത്താറും വയലിനും സിത്താറും അറിയാമല്ലോ. ഇത് മൂന്നും സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് ആണല്ലേ? അതിനകത്ത് ഈ കമ്പികളുണ്ട്. ഈ പറഞ്ഞ 3 ഉപകരണത്തിലും കമ്പികളുണ്ട്. ആ കമ്പികളിൽ നിന്നാണ് എന്ത് വരുന്നത്? ടൂൺസ് വരുന്നത് അല്ലേ? പക്ഷേ ഫ്ലൂട്ട് എന്ന് പറയുന്നത് എന്തല്ല? ഒരു സ്ട്രിങ് ഉള്ള ഉപകരണമല്ല, സ്ട്രിങ് ഉള്ളൊരു വാദ്യോപകരണമല്ല. അതുകൊണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന ഫ്ലൂട്ടാണ്. അടുത്ത് നോക്കിയേ, ടീച്ചർ, പ്രിൻസിപ്പൾ, സ്റ്റുഡൻസ്, ലെക്ചറർ. ടീച്ചർ, പ്രിൻസിപ്പൾ, സ്റ്റുഡൻസ്, ലെക്ചറർ ഏതാ ഒറ്റപ്പെട്ടിരിക്കുന്നത്? സ്റ്റുഡൻസ് ആണ് അല്ലേ? സ്റ്റുഡൻ്റ് ആണ്. ബാക്കിയെല്ലാം ടീച്ചറും പ്രിൻസിപ്പളും ലെക്ചററും എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സ്റ്റാഫുകളാണ് ടീച്ചറും പ്രിൻസിപ്പളും ലെക്ചററും അല്ലേ? സ്റ്റുഡൻറ്റ് സ്റ്റാഫാണോ? സ്റ്റുഡൻറ്റ് സ്റ്റാഫ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഡോങ്കി, ക്യാമൽ, കൗ, മ്യൂൾ. ഡോങ്കി, ക്യാമൽ, കൗ, മ്യൂൾ. ഇതിനകത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നത് കൗ ആണ്. കാരണം ബാക്കി എല്ലാത്തിനെയും നമുക്ക് ചരക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ? ബാക്കി ഇത്രയും ആനിമൽസ് എന്താണ്? ഗുഡ്സ്, ചരക്ക് ക്യാരി ചെയ്യുന്ന മൃഗങ്ങളാണ്. ബാക്കി പറഞ്ഞേക്കുന്ന ഓപ്ഷനകത്തുള്ള എല്ലാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 14ാമത്തെ ക്വസ്റ്റ്യൻ, പെട്രോള്, കാർ, കോൾ, എൻജിൻ, ഓയിൽ, ലാമ്പ്, സ്മോക്ക്, ഫയർ. ഓപ്ഷനകത്ത് ഓപ്ഷനകത്ത് നോക്കിയേ, പെട്രോള്, കാർ ഓടിക്കാൻ നമുക്ക് എന്ത് വേണം? പെട്രോൾ വേണം അല്ലേ? കാർ ഓടിക്കാൻ പെട്രോൾ വേണം. അടുത്ത എൻജിൻ, കോൾ.
എൻജിൻ പ്രവർത്തിക്കണമെങ്കിൽ കോൾ വേണം അല്ലേ, കോൾ ഉപയോഗിച്ച് നമുക്ക് എൻജിൻ പ്രവർത്തിപ്പിക്കാം. അടുത്ത ലാമ്പ് പ്രവർത്തിക്കണമെങ്കിൽ അതിനകത്ത് ഓയിൽ വേണം അല്ലേ, ലാമ്പ് പ്രവർത്തിക്കണമെങ്കിൽ അതിനകത്ത് എന്ത് വേണം, ഫ്യൂവലായിട്ട് ഓയിൽ വേണം. ഫയർ പ്രവർത്തിക്കണമെങ്കിൽ സ്മോക്ക് വേണോ, വേണ്ട. ഫയർ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണ്ട, സ്മോക്ക് വേണ്ട. അപ്പം നമ്മുടെ കൂട്ടത്തിൽപ്പെടാത്തത് സി ആണ്, കൂട്ടത്തിൽപ്പെടാത്തത് സ്മോക്ക് ഫയറാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഫയർ കത്തിയതിന് ശേഷമാണ് എന്തുണ്ടാകുന്നത്, സ്മോക്ക് ഉണ്ടാകുന്നത് അല്ലേ. പക്ഷേ ബാക്കിയെല്ലാം ആദ്യം കൊടുത്തിരിക്കുന്നത് രണ്ടാമത് കൊടുത്തേക്കുന്ന വസ്തു പ്രവർത്തിക്കാൻ വേണ്ട കാര്യങ്ങളാണ് ആദ്യമേ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ കാറ് പ്രവർത്തിക്കാൻ പെട്രോൾ വേണം, എൻജിൻ പ്രവർത്തിക്കാൻ കോൾ വേണം, ലാമ്പ് പ്രവർത്തിക്കാൻ ഓയിൽ വേണം. പക്ഷേ ലാസ്റ്റ് സി എന്ന് പറയുന്ന ഓപ്ഷനകത്ത് കൊടുത്തേക്കുന്നത് ഫയർ ഉണ്ടാക്കിയതിൻ്റെ പ്രോഡക്റ്റാണ് സ്മോക്ക് എന്ന് പറയുന്നത്. ഫയർ ഉണ്ടാകുന്നതിൻ്റെ പ്രോഡക്റ്റായിട്ടാണ് നമുക്ക് സ്മോക്കിനെ കിട്ടുന്നത്. ഓക്കെ, അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. മാൻ വുമൺ, ബ്രദർ സിസ്റ്റർ, സൺ ഡോട്ടർ, ഫാദർ സൺ. ഓക്കെ, മാൻ വുമൺ എന്താ പ്രത്യേകത, മാൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, മാൻ എന്ന് പറയുന്ന പുരുഷനാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് വുമൺ. ബ്രദർ ഓപ്പോസിറ്റ് വരുമ്പം സിസ്റ്റർ വരും, സണ്ണ് ഡോട്ടർ. ഫാദർ ഇവിടെ എന്താ വരേണ്ടത്, മദർ ആയിരുന്നു അല്ലേ, മദർ എന്നായിരുന്നു വരേണ്ടത്. അപ്പം നമ്മുടെ കൂട്ടത്തിൽപ്പെടാത്തത് സി ആണ്. അത് നോക്കിയേ. മിൽക്ക് വൈറ്റ്, മിൽക്കിൻ്റെ കളർ എന്താ, വൈറ്റ് ആണ്. ഇങ്ക് ബ്ലൂ, ഇങ്കിൻ്റെ കളർ ബ്ലൂ, അതവിടെ നിൽക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ബ്ലഡ് റെഡ് ആണ്, ബ്ലഡിൻ്റെ കളർ എന്താണ്, ചുവപ്പാണ്. സ്കൈ ബ്ലൂ, സ്കൈയുടെ കളർ എന്താണ്, നീലയാണ്. പക്ഷേ ഇങ്ക് പല കളറിലുണ്ട് അല്ലേ, ബ്ലൂ വരാം, ബ്ലാക്ക് വരാം, റെഡ് വരാം, ഗ്രീൻ വരാം, പല കളറിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷനിൽ കൂട്ടത്തിൽപ്പെടാത്ത ഏതാണ്, ഇങ്കാണ്. ബാക്കിയെല്ലാം മിൽക്ക് വൈറ്റ് തന്നെയായിരിക്കും, ബ്ലഡിൻ്റെ കളർ എപ്പോഴും ചുവപ്പായിരിക്കും, ആകാശത്തിൻ്റെ കളർ എപ്പോഴും നീലയായിരിക്കും. പക്ഷേ ഇങ്ക് എന്ത് ചെയ്യും, മാറി വരും. അടുത്ത നോക്കിയേ. ഫ്രണ്ട് ഫ്യോ, റിച്ച് പുവർ, ഗെയിം സ്പോർട്സ്, കൈൻഡ് ക്രൂവൽ. ഇവിടെ നോക്കിയേ. ഓപ്ഷൻ എക്കകത്ത് പറഞ്ഞേക്കുന്നത് ഫ്രണ്ടിൻ്റെ വിപരീത പദമാണ് അല്ലേ, ശത്രു. അടുത്ത റിച്ച്, പണക്കാരൻ്റെ വിപരീത പദമാണ് പ്യുവർ എന്ന് എഴുതി വെച്ചേക്കുന്നത്. അടുത്ത സി നോക്കിയേ. കൈൻഡ് ക്രൂവലും, അത് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. പക്ഷേ ഗെയിംസ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വാക്കാണ് സ്പോർട്സ്, ഗെയിംസിൻ്റെ മറ്റൊരു വാക്കാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. അപ്പം കൂട്ടത്തിൽപ്പെടാത്തത് ഡി ആണ്. ബാക്കിയെല്ലാം എന്താ, ഓപ്പോസിറ്റ് വാക്കുകളാണ് എഴുതിയേക്കുന്നത്. ഡിക്കകത്ത് മാത്രം ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ എഴുതി. ഓക്കെ, അടുത്ത നോക്കിയേ. ഷോപ്പ് കീപ്പർ, കസ്റ്റമർ, ഡോക്ടർ, പേഷ്യൻ്റ്, ക്ലർക്ക്, ഫയൽ, ലോയർ, ക്ലയൻറ്റ്. ഓക്കെ, നോക്കിയേ. ഷോപ്പ് കീപ്പറിന് കസ്റ്റമറിൽ നിന്നാണ് കാശ് കിട്ടുന്നത് അല്ലേ, കസ്റ്റമർ ഉണ്ടെങ്കിലേ ഷോപ്പ് കീപ്പറിന് കാശ് കിട്ടത്തുള്ളൂ. അടുത്ത ഡോക്ടർ, പേഷ്യൻ്റ് ഉണ്ടെങ്കിലേ ഡോക്ടറിനും എന്ത് കിട്ടത്തുള്ളൂ, കാശ് കിട്ടത്തുള്ളൂ. പേഷ്യൻറ്റിൽ നിന്നും ഡോക്ടറിന് കാശ് കിട്ടണമെങ്കിൽ എന്ത് വേണം, പേഷ്യൻ്റ് വേണം. അടുത്ത ക്ലർക്ക്, ഫയൽ, അതവിടെ നിർത്തിയേക്കുക. ലോയർ, ക്ലൈൻറ്റ് ഉണ്ടെങ്കിലേ ലോയറിന് എന്ത് ചെയ്യുള്ളൂ, കാശ് കിട്ടത്തുള്ളൂ, ലോയറിന് കാശ് കിട്ടത്തുള്ളൂ അല്ലേ. ക്ലർക്ക്, ഫയൽ, ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ക്ലർക്ക്, ഫയൽ. അപ്പം കൂട്ടത്തിൽപ്പെടാത്തത് ഡി ആണ്, ക്ലർക്ക് ഫയലാണ്. ബാക്കിയെല്ലാം എന്താ, സെക്കൻഡ് വണ്ണിൽ നിന്നും കാശ് കിട്ടിയിട്ട് ആണ് ഫസ്റ്റ് വൺ നിൽക്കുന്നത്. അടുത്ത ഓക്കെ. മാസൺ. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. മാസൺ എന്ന് വെച്ചാൽ കൽപ്പണിക്കാരൻ എന്തുണ്ടാക്കും, വാളുണ്ടാക്കും അല്ലേ. കൽപ്പണിക്കാരൻ എന്തുണ്ടാക്കും, ഭിത്തി ഉണ്ടാക്കും. കോബ്ലർ എന്തുണ്ടാക്കും, ഷൂ ഉണ്ടാക്കും. കോബ്ലർ ചെരുപ്പ് കുത്തി എന്തുണ്ടാക്കും, ഷൂ ഉണ്ടാക്കും. ഫാർമർ എന്തുണ്ടാക്കും, ക്രോപ്സ് ഉണ്ടാക്കും, ധാന്യങ്ങൾ ഉണ്ടാക്കും. ഷെഫ് എന്ത് ചെയ്യും, കുക്ക് ചെയ്യും. കുക്കിംഗ് ആണ് ഷെഫ്. പക്ഷേ ഇവിടെ കുക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഷെഫിൻ്റെ വേറൊരു പേരാണ് കുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെടാത്തത് ഡി ആണ്. ഓക്കെ ആണോ. ബാക്കിയെല്ലാം അവരൊരു ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ അവരെന്താണ് മേക്ക് ചെയ്യുന്നത് അതാണ് ചെയ്ത് വെച്ചേക്കുന്നത്. കൽപ്പണിക്കാരൻ ഭിത്തി ഉണ്ടാക്കും, ചെരുപ്പ് കുത്തി എന്തുണ്ടാക്കും, ചെരുപ്പ് കുത്തും. ഫാർമർ എന്തുണ്ടാക്കും, ക്രോപ്സ് ഉണ്ടാക്കും. പക്ഷേ ഷെഫ് ഉണ്ടാക്കുന്നത് എന്താണ്, ഫുഡ് ഐറ്റംസ് ആണ്. പക്ഷേ ഇവിടെ ഷെഫിൻ്റെ മറ്റൊരു പേരായിട്ട് കുക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ വേർഡ്സ് എന്ന് പറയുന്ന ആദ്യത്തെ ക്ലാസിഫിക്കേഷനകത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി അടുത്ത ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ലെറ്റേഴ്സ് വരും. ബേസ്ഡ് ഓൺ ലെറ്റേഴ്സിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം വീഡിയോ മനസ്സിലായെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് അയച്ചു കൊടുക്കുക.